ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് ഉൾപ്പെടുന്ന വാണിമേൽ പഞ്ചായത്തിൽ 300 കോടിയുടെ നാശനഷ്ടമെന്ന് റിപ്പോർട്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ദുരന്തബാധിത മേഖലകളിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. വിലങ്ങാട് ടൗണിലേക്ക് നാളെ മുതൽ ബസ്സുകൾ കടത്തിവിടാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് വിലങ്ങാട്ടെ പുനരധിവാസം ചർച്ച ചെയ്യാനാണ് ഇന്ന് സർവകക്ഷി യോഗം ചേർന്നത്. 54 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് യോഗം വിലയിരുത്തി. ഇതിന്റെ വാടക ആര് നൽകുമെന്നതിൽ സർക്കാർ തീരുമാനം അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കും. വിലങ്ങാട് ടൗണിലേക്ക് ബസ്സുകൾ കടത്തിവിടുന്നില്ലെന്ന പരാതിക്കും പരിഹാരം. ഇന്നലെ 12,000 ലിറ്ററിന്റെ ടാങ്കർ ലോറി അപ്പുറത്തോട്ട് ഓടി, പക്ഷെ ബസ് കൊണ്ടുവന്നില്ല. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. താൽക്കാലികമായിട്ടാണെങ്കിലും ബസ് എത്തിക്കാൻ കുഴപ്പം ഇല്ല. അത് ഒരു ദിവസം കൊണ്ട് തീരാവുന്നൊരു പണി എന്താണ് ആഴ്ചകളോളം വിടുന്നുള്ളത് അറിയുന്നില്ല. ബസ് നാളെ മുതൽ കടത്തിവിടാൻ തീരുമാനിച്ചു. പുനരധിവാസം സംബന്ധിച്ച വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനുള്ള ഡ്രോൺ പരിശോധനയും പുരോഗമിക്കുന്നു. അതേസമയം വിലങ്ങാട് ഉൾപ്പെടുന്ന വാണിമേൽ പഞ്ചായത്തിൽ 300 കോടിയുടെ നാശനഷ്ടമാണ് മഴയിലും ഉരുൾപൊട്ടലിലും ഉണ്ടായത്. പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച റിപ്പോർട്ട് സർക്കാരിനും വിവിധ വകുപ്പുകൾക്കും കൈമാറി. പഴയതൊക്കെ മറന്ന് പുതിയത് നേടിയെടുക്കാനുള്ള അതിജീവനത്തിന്റെ പാതയിലായി വിലങ്ങാടെന്ന കൊച്ചു ഗ്രാമവും. വിലങ്ങാട് നിന്നും പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24.